നമസ്കാരം, രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സിനോണിംസുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ്സാണിത്. അതായത് നമ്മൾ ഒരു സീരീസ് തുടങ്ങിയിട്ടുണ്ട്. സിനോണിംസുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യുന്ന ക്ലാസ്സുകളാണ്. അതിൽ ഓരോ ക്ലാസ്സിലും നമ്മൾ 20 വാക്കുകളുടെ അർത്ഥം പഠിക്കുന്നു. അങ്ങനെ 10 ദിവസം കൊണ്ട് 200 സിനോണിംസ് പഠിക്കുവാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. അപ്പോൾ നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സിനോണിം ഓഫ് ദ വേർഡ് ഡിറൈസീവ്. ഡിറൈസീവ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: ഇൻഡീസെന്റ്, ഇറസ്പെക്റ്റീവ്, ഡിസ്ലോയൽ, കണ്ടംപ്റ്റ്വസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷന്റെ അർത്ഥം നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്താണ് ഇൻഡീസെന്റ്? ഡീസെന്റ് നമുക്കറിയാം, മര്യാദയുള്ള എന്നാണ് ഡീസെന്റ്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഇൻഡീസെന്റ് എന്ന് വെച്ചാൽ മര്യാദയില്ലാത്തത്. ഇറസ്പെക്റ്റീവ്, റെസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ അർത്ഥം ബന്ധപ്പെട്ടതെന്ന അർത്ഥം. റെസ്പെക്ട് നമുക്കറിയാം, ബഹുമാനം. പക്ഷെ ഇവിടെ അതല്ല ചോദിച്ചിരിക്കുന്നത്, ഇറസ്പെക്റ്റീവ് എന്നുള്ളതാണ്. അപ്പൊ റെസ്പെക്റ്റീവ് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ഇറസ്പെക്റ്റീവ്. റെസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? ബന്ധപ്പെട്ടത്, ചേർന്ന് നിൽക്കുന്നത് എന്നൊക്കെയാണ് റെസ്പെക്റ്റീവ്, അല്ലെങ്കിൽ പരിഗണിക്കപ്പെടുന്നത് എന്നൊക്കെയാണ് റെസ്പെക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇറസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബന്ധമില്ലാത്തത്, പരിഗണിക്കപ്പെടാത്തത് എന്നൊക്കെയാണ് ഇറസ്പെക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്ലോയൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കൂറില്ലാത്തത്, ഓക്കെ, അല്ലെങ്കിൽ വിശ്വാസത്തിലെടുക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ കൂറില്ലാത്തത് എന്നൊക്കെയാണ് ഡിസ്ലോയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കണ്ടംപ്റ്റ്വസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വെറുപ്പുളവാക്കുന്നത് എന്നാണ് അർത്ഥം കണ്ടംപ്റ്റ്വസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നിന്ദയുള്ളത് എന്നൊരർത്ഥവും കണ്ടംപ്റ്റ്വസിനുണ്ട്. അപ്പൊ ഇവിടെ സിനോണിം ഓഫ് ദ വേർഡ് ഡിറൈസീവ് എന്നാണ് ചോദ്യം. അപ്പൊ ഡിറൈസീവ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം എന്തായിരിക്കും? കണ്ടംപ്റ്റ്വസ് എന്നായിരിക്കും. അതായത് എന്താണ്? വെറുപ്പ് ഉളവാക്കുന്നത് അല്ലെങ്കിൽ നിന്ദയുള്ളത് എന്നാണ് കണ്ടംപ്റ്റ്വസ് ഉദ്ദേശിക്കുന്നത്. അതേ അർത്ഥമാണ് എന്തിനുള്ളത്? ഡിറൈസീവ് എന്ന് പറയുന്ന വാക്കിന് ഉള്ളത്. അപ്പോൾ ഇവിടെ സിനോണിം ഓഫ് ദ വേർഡ് ഡിറൈസീവ് എന്താണ്? കണ്ടംപ്റ്റ്വസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഡിറൈസീവ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം പഠിക്കുന്നതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഓപ്ഷൻസിന്റെയും അർത്ഥം നമ്മൾ പഠിച്ചു. ഏതൊക്കെ? ഇൻഡീസെന്റ്, ഇറസ്പെക്റ്റീവ്, ഡിസ്ലോയൽ. ഇൻഡീസെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദയില്ലാത്ത, ഇറസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താ? ബന്ധമില്ലാത്തത്, ഡിസ്ലോയൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കൂറില്ലാത്തത് അല്ലെങ്കിൽ അവിശ്വാസമില്ലാത്തത് എന്നൊക്കെയാണ് ഡിസ്ലോയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒറ്റ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ മൊത്തത്തിൽ 4 വാക്കുകളുടെ അർത്ഥം പഠിച്ചു. ഓക്കെ, ഇനി അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ദ സിനോണിം ഓഫ് ദ വേർഡ് ഓവർജോയ്ഡ്. ഓവർജോയ്ഡ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫെലിസിറ്റി, ഹാപ്പി, ജൂബിലന്റ്, നോവീസ് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഈ ഓപ്ഷൻസിന്റെ അർത്ഥങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് ഫെലിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പരമാനന്ദം അല്ലെങ്കിൽ സൗഭാഗ്യം, സന്തോഷം എന്നൊക്കെയാണ് ഫെലിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഹാപ്പി നമുക്കറിയാം എന്താണ്? സന്തോഷം എന്നാണ് ഹാപ്പി. ഇനി ജൂബിലന്റ് എന്ന് പറയുന്നതായിരിക്കും ഭയങ്കര സന്തോഷം എന്നാണ്. അതിരറ്റ ഉത്സാഹം അല്ലെങ്കിൽ സന്തോഷം, അതിരറ്റ സന്തോഷം എന്നാണ് ജൂബിലന്റ് എന്ന് പറയുന്നത്. അതായത് ഭയങ്കര സന്തോഷം, അതാണ് ജൂബിലന്റ്. നോവീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? തുടക്കക്കാരൻ എന്നാണ് നോവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ അനുഭവ സമ്പത്ത് ഇല്ലാത്തവൻ, അതാണ് നോവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഓവർജോയ്ഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്തായിരിക്കും? ഭയങ്കര സന്തോഷമുള്ളതാണ് ഓവർജോയ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എക്സ്ട്രീം ഹാപ്പിനെസ്, അതാണ് ഓവർജോയ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഭയങ്കര സന്തോഷം. അപ്പൊ അതേ അർത്ഥം വരുന്ന വാക്കാണ് ഏത്? ജൂബിലന്റ് എന്ന് പറയുന്ന വാക്ക്. അപ്പൊ അങ്ങനെ ഇവിടെ ഓവർജോയ്ഡ് സിനോണിം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ജൂബിലന്റ്. ഒപ്പം നമ്മൾ ബാക്കിയുള്ള വാക്കുകളുടെ അർത്ഥവും പഠിച്ചു. ഒന്ന് ഫെലിസിറ്റി, എന്താണ് ഫെലിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സൗഭാഗ്യം അല്ലെങ്കിൽ പരമാനന്ദം, സന്തോഷം എന്നൊക്കെയാണ് ഫെലിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹാപ്പി എന്ന് പറയുമ്പോൾ സന്തോഷം. നോവീസ് എന്ന് വെച്ചാൽ എന്താണ്? തുടക്കക്കാരൻ എന്നാണ് നോവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെയും നമ്മൾ 4 വാക്കുകളുടെ അർത്ഥം നമ്മൾ പഠിച്ചു. അങ്ങനെ 8 വാക്കുകളുടെ അർത്ഥമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഇതുവരെ പഠിച്ചിരിക്കുന്നത്. അപ്പൊ ദ സിനോണിം ഓഫ് ദ വേർഡ് ഓവർജോയ്ഡ് ഏതാണ്? ജൂബിലന്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ സിനോണിം ഓഫ് ദ വേർഡ് ഇംപെർട്ടിനന്റ്. ഇംപെർട്ടിനന്റ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: കറേജസ്, അൺലാഫുൾ, ഡിസ്റെസ്പെക്ട്ഫുൾ, ഇൻഫാലിബിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും ഇംപെർട്ടിനന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇംപെർട്ടിനന്റ് എന്ന് വെച്ചാൽ എന്താണ്? ബഹുമാനമില്ലാത്തത് എന്നാണ് അർത്ഥം. ഇംപെർട്ടിനന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിന്ദിക്കുന്നത് എന്നാണ്
ഇംപെർട്ടിനന്റ് അല്ലെങ്കിൽ ധിക്കാരമുള്ളത് എന്നൊക്കെയാണ് ഇംപെർട്ടിനന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ വാക്കിന്റെ അർത്ഥം നമുക്ക് നോക്കാം. കറേജിയസ് എന്ന് വെച്ചാൽ അർത്ഥം ധൈര്യമുള്ളത്, അതെന്തുമായിട്ട് ചേരുന്നില്ല, ഇംപെർട്ടിനന്റ് അർത്ഥവുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല. അൺലാഫുൾ എന്ന് വെച്ചാൽ അർത്ഥം നിയമവിരുദ്ധമായിട്ടുള്ളത്, അതല്ല ഇംപെർട്ടിനന്റ് അർത്ഥം. ഇനി ഡിസ്റെസ്പെക്ട്ഫുൾ എന്ന് വെച്ചാൽ എന്താ, ബഹുമാനമില്ലാത്തത്. റെസ്പെക്ട്ഫുള്ളിന്റെ ഓപ്പോസിറ്റ് അതാണ് ഡിസ്റെസ്പെക്ട്ഫുൾ, അപ്പൊ ബഹുമാനമില്ലാത്തത്. അപ്പൊ അതേ അർത്ഥമാണ് എന്തിനുള്ളത്, ഈ ഇംപെർട്ടിനന്റിനും ഉള്ളത്. അങ്ങനെയാകുമ്പോൾ ഇവിടെ ഇംപെർട്ടിനന്റ് സിനോണിം ആയിട്ട് നമുക്ക് എന്തിനെ പരിഗണിക്കാം, ഈ ഡിസ്റെസ്പെക്ട്ഫുൾ എന്ന് പറയുന്ന വാക്കിനെ പരിഗണിക്കാം. ഈ ഇൻഫാലിബിൾ എന്ന് വെച്ചാൽ എന്താ, ഒരിക്കലും തെറ്റുപറ്റാത്തത് എന്നാണ് ഇൻഫാലിബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫാലിബിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, തെറ്റ് പറ്റുന്നത്. അപ്പൊ ഫാലിബിൾ എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻഫാലിബിൾ. ഇൻഫാലിബിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരിക്കലും തെറ്റ് പറ്റാത്തതെന്നാണ് ഇൻഫാലിബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇംപെർട്ടിനന്റ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം എന്ന് പറയുന്നതായിരിക്കും ഡിസ്റെസ്പെക്ട്ഫുൾ. അർത്ഥം എന്താണ്, ബഹുമാനമില്ലാത്തത് അല്ലെങ്കിൽ ധിക്കാരമുള്ളത് എന്നൊക്കെയാണ് ഡിസ്റെസ്പെക്ട്ഫുൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെയും നമ്മൾ 4 വാക്കുകളുടെ അർത്ഥം പഠിച്ചു. കറേജസ് ധൈര്യമുള്ളത്, അൺലാഫുൾ നിയമവിരുദ്ധം, ഡിസ്റെസ്പെക്ട്ഫുൾ എന്താണ്, ധിക്കാരമുള്ളത് അല്ലെങ്കിൽ ബഹുമാനമില്ലാത്തത്, ഇൻഫാലിബിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരിക്കലും തെറ്റാത്തത് ആണ് ഇൻഫാലിബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഇംപെർട്ടിനന്റ് എന്ന് പറയുമ്പോൾ ബഹുമാനമില്ലാത്തതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേ അർത്ഥമാണ് എന്തിനുള്ളത്, ഡിസ്റെസ്പെക്ട്ഫുളിനും ഉള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇവിടെയും 4 വാക്കുകളുടെ അർത്ഥം പഠിച്ചു. അങ്ങനെ മൊത്തത്തിൽ ഇതുവരെ നമ്മൾ 12 വാക്കുകളുടെ അർത്ഥമാണ് പഠിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ സിനോണിം ഓഫ് ദ വേർഡ് റിക്കാൽസിട്രന്റ്. റിക്കാൽസിട്രന്റ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. റിപ്പീറ്റ് ആണോ, ഡിസൊബീഡിയന്റ് ആണോ, ഫെയ്ത്ത്ഫുൾ ആണോ, മോഡറേറ്റ് ആണോ? ഇനി റീകാൽസിട്രന്റ് എന്ന് പറയാൻ എന്തായിരിക്കും അർത്ഥം, അനുസരണ ഇല്ലാത്തത് എന്നാണ് അർത്ഥം. നമുക്ക് നോക്കാം. റിപ്പീറ്റ് അർത്ഥം എന്താ, ആവർത്തിക്കുക എന്നാണ് അർത്ഥം. ഈ ഡിസൊബീഡിയന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അർത്ഥം, അനുസരണ ഇല്ലാത്തതെന്നാണ് അർത്ഥം. അപ്പൊ ഇതേ അർത്ഥം തന്നെയാണ് ഇതിനുള്ളത്, ഈ റീകാൽസിട്രന്റ് എന്ന് പറയുന്ന വാക്കിനും ഉള്ളത്. അങ്ങനെയാകുമ്പോൾ റീകാൽസിട്രന്റ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമായിട്ട് നമുക്ക് ഡിസൊബീഡിയന്റ് എന്ന് നമുക്ക് പരിഗണിക്കാം. അപ്പൊ നമ്മുടെ ആൻസർ കിട്ടി. ഈ ഫെയ്ത്ത്ഫുൾ എന്ന് വെച്ചാൽ എന്താണ്, വിശ്വാസമുള്ളത്. ഇനി മോഡറേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, മിതമായത് എന്നാണ് മോഡറേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ റീകാൽസിട്രന്റ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം നമുക്ക് കിട്ടി, അത് ഡിസൊബീഡിയന്റ് എന്ന് കിട്ടി. അപ്പോൾ ബാക്കിയുള്ള 3 വാക്കുകളുടെ അർത്ഥവും നമ്മൾ പഠിച്ചു. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഈ ക്വസ്റ്റ്യനിലൂടെ 4 വാക്കുകളുടെ അർത്ഥം നമ്മൾ പഠിച്ചു. അങ്ങനെ ഇതുവരെ നമ്മൾ 16 ഈ പറയുന്ന വാക്കുകളുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കുക. ദ സിനോണിം ഓഫ് ദ വേർഡ് എഫീമറൽ. എഫീമറൽ എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റിംഗ്, എറ്റേണൽ, ഡ്യൂറബിൾ, മൊമെന്ററി. ഇനി എന്താണ് എഫീമറൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നൈമിഷികമായ എന്നുള്ളത്, അതാണ് എഫീമറൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതേ അർത്ഥം ഏതിനൊക്കെയാണ് നമുക്ക് നോക്കാം. ലാസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം, നീണ്ടു നിൽക്കുന്ന അർത്ഥം. എറ്റേണൽ എന്ന് വെച്ചാൽ അർത്ഥം എൻഡ്ലെസ് എന്ന അർത്ഥം, എന്ന് വെച്ചാൽ അന്ത്യമില്ലാത്തത്, അതാണ് എറ്റേണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡ്യൂറബിൾ എന്ന് വെച്ചാൽ അർത്ഥം കുറെ കാലം നീണ്ടു നിൽക്കുന്നത്, അതാണ് ഡ്യൂറബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ABC ഇതിനെല്ലാം ഒരേ അർത്ഥമാണ്. നീണ്ടു നിൽക്കുന്നത്, കുറെ കാലം നിൽക്കുന്നത് എന്നൊക്കെയാണ് ഇതിന്റെ എല്ലാത്തിന്റെ അർത്ഥം. അപ്പൊ അതെന്തായാലും ഇതിന് വരത്തില്ല. ഇതിന്റെ അർത്ഥം എന്തായിരുന്നു, നൈമിഷികം എന്നാണ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ മൊമെന്ററിക്കാണ് അതേ അർത്ഥമുള്ളത്. മൊമെന്ററിയുടെ അർത്ഥം എന്താണ്, നൈമിഷികം എന്നാണ്. അങ്ങനെയാകുമ്പോൾ എഫീമറലിന്റെ സിനോണിമായിട്ട് നമുക്ക് മൊമെന്ററി എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മൊത്തത്തിൽ 4 വാക്കുകളുടെ അർത്ഥം നമ്മൾ ഈ ക്വസ്റ്റ്യനിലൂടെ പഠിച്ചു. അങ്ങനെ ഇതുവരെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ 20 വാക്കുകളുടെ അർത്ഥം നമ്മൾ പഠിച്ചു, വെറും 5 ചോദ്യങ്ങളിലൂടെ. അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് നമ്മൾ മൊത്തത്തിൽ 40 വാക്കുകളുടെ അർത്ഥങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി ഞാൻ കരുതുന്നു. ആ മനസ്സിലായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമേ എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുൻവർഷ ചോദ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനം തീർച്ചയായിട്ടും പരീക്ഷകളിൽ നമ്മളെ വളരെയധികം സഹായിക്കും. എന്നാൽ ബേസിക് അറിഞ്ഞുകൊണ്ടുള്ള പഠനം നമ്മളെ സഹായിക്കുക വ്യത്യസ്ത ചോദ്യങ്ങൾ വരുമ്പോഴാണ്. ഈ 2019 നടന്ന പല PSC പരീക്ഷകളും നമുക്ക് നൽകുന്ന സൂചന ഇനിയുള്ള പരീക്ഷകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളെ നമുക്ക് നേരിടണമെങ്കിൽ ഇംഗ്ലീഷിന്റെ അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കും. ഇംഗ്ലീഷിന്റെ അടിസ്ഥാന വശങ്ങൾ നിങ്ങൾക്ക് കാട്ടിത്തരുന്ന ഒരു കോഴ്സാണ് ഈ 68 ക്ലാസ്സുകൾ അടങ്ങുന്ന ഈ ഓൺലൈൻ വീഡിയോ കോഴ്സ് എന്ന് പറയുന്നത്. ഈ കോഴ്സ് 3 തരത്തിലാണ്. 6 മാസത്തെ കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 3 മാസത്തെ കോഴ്സ്, 1 മാസത്തെ കോഴ്സ്.
ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓൺലൈൻ വീഡിയോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.